ശബരിമല വിഷയത്തിൻ്റെ സമയത്തൊക്കെ സമരമുഖത്ത് ശക്തമായിട്ടുണ്ടായ ഒരാളാണല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ബിന്ദു അമ്മണിയും കനകദുർഗയും വീണ്ടും ശബരിമലയിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും സമരമായിട്ട് രംഗത്തിറങ്ങാൻ തയ്യാറാണോ? തീർച്ചയായും. ശബരിമല എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും കയറി നിരങ്ങാനുള്ള ഒരിടമല്ല. ആ പുണ്യ പൂങ്കാവനത്തിലിരിക്കുന്ന അയ്യപ്പനെ യൗവനയുക്തകളായ സ്ത്രീകൾ കയറി അതിൻ്റെ ആ ചൈതന്യത്തിന് കോട്ടം വരുത്താൻ നമ്മൾ അനുവദിക്കില്ല. ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. ഹൈന്ദവ സമൂഹത്തിൻ്റെ എല്ലാ വിശ്വാസികളുടെയും, അയ്യപ്പ വിശ്വാസികളുടെ ആചാരത്തിൻ്റെ ഭാഗമാണത്. അതിന് കോട്ടം വരുത്താൻ യൗവനയുക്തകളായ സ്ത്രീകളെ ഒരിക്കലും അനുവദിക്കില്ല. ഇനി ബിന്ദു അമ്മണിയുടെയോ കനകദുർഗയുടെയോ അല്ലെങ്കിൽ രഹന ഫാത്തിമയുടെയോ ഒന്നും പ്രായം എനിക്കറിയില്ല. എങ്കിലും അവർക്ക് 55 വയസ്സായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ സമരങ്ങൾ പോരാട്ടങ്ങളിലൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന നിലയ്ക്കും അതിൽ ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഞാൻ പറയുകയാണ്, ഇനിയും ഇങ്ങനെ യൗവനയുക്തകളായ സ്ത്രീകൾ ശബരിമലയിൽ വന്ന ഞങ്ങൾ ഒന്നല്ല 1000 അമ്മമാരെ ഹിന്ദു സമൂഹത്തിലെ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളതിനെ ശക്തമായി എതിർക്കും. അതിന് യാതൊരു കരുവും ഉണ്ടാവില്ല. ബിന്ദു അമ്മണിയും കനകദുർഗയും അടിച്ച് പല്ല് തെറിപ്പിക്കാനുള്ള കാര്യം ഞങ്ങൾ ചെയ്യും. അതിനൊരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. ഈ അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുമ്പോൾ എന്താ തോന്നുന്നത്? എത്ര കേസുണ്ട് പേരിൽ? എൻ്റെ പേരിൽ 21 കേസുണ്ടായിരുന്നു. ആകെ 21 കേസിൽ എനിക്ക് 17 കേസും ശബരിമല വിഷയത്തിൻ്റെ കേസായിരുന്നു. അതെല്ലാം തന്നെ ഒരുവിധം തീർന്നു കഴിഞ്ഞു. ഒരു കേസൂടെ നിലവിൽ, അതും ക്ഷേത്ര സംബന്ധമായ ഒരു കേസാണ്. അത് തീർക്കാറായി സമയമായി നിൽക്കുന്നു. അറസ്റ്റ് വാറണ്ടിലേക്ക് വന്ന് നിൽക്കുന്നു, സമയം മാറിപ്പോയതുകൊണ്ട്. തീർച്ചയായിട്ടും വിശ്വാസത്തെ തൊട്ട് കളിക്കുന്ന ഏതൊരു കാര്യമായാലും അതിനെതിരെ നമ്മൾ പോരാടും. നമ്മൾ ജന്മം എന്ന് പറയുന്ന ഒരു പ്രാവശ്യമേ ഉള്ളൂ. മനുഷ്യനായിട്ട് ജന്മം ഒരു പ്രാവശ്യമേ ഉള്ളൂ. അത് നമ്മൾ ജനിച്ച സംസ്കാരത്തിലും വിശ്വാസത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ നമ്മുടേതായ ആധ്യാത്മികമായ ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ ആ വിശ്വാസത്തെയും ആചാരത്തെയും സംരക്ഷിക്കാൻ ഞങ്ങൾ നേതൃനിരയിൽ തന്നെ നിൽക്കും. യാതൊരു സംശയമില്ല. മരണം വരെ അതിന് പോരാടും. അതിന് എതിരെ നിന്നാലും അതിൻ്റെ മുൻനിരയിൽ ഞാനും ഉണ്ടാകും, എൻ്റെ സമൂഹവും ഉണ്ടാകും, എൻ്റെ സംഘടനയും ഉണ്ടാകും. ഈ അന്ന് മുതലേ കേൾക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ അന്ന് ഓർഡർ വന്നത് സുപ്രീം കോടതിയാണല്ലോ സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നതിന് വലിയ തടസ്സമില്ല എന്ന രീതിയിലൊരു ഓർഡർ വന്നത്. സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയാണ്. സ്വാഭാവികമായിട്ടും ആ കോടതിയുടെ വിധിയോ അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കാലുള്ള പരാമർശമൊക്കെ നമ്മുടെ നാട്ടിൽ നിയമം പോലെ തന്നെ നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണ് ഈ ശബരിമല കർമ്മസമിതി പോലുള്ള സംഘപരിവാർ ചായവുള്ള സംഘടനകൾ അതിനെ എതിർക്കുന്നത് എന്ന ഒരു ചോദ്യം. രണ്ടാമതൊരു ചോദ്യം, ഈ അയ്യപ്പ ക്ഷേത്രങ്ങൾ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടല്ലോ, ഈ അവിടെയൊന്നും സ്ത്രീകൾക്ക് കയറുന്നതിന് ഈ വലിയ പ്രശ്നങ്ങൾ ഇല്ല. അവിടെ ഈ സാധാരണഗതിയിൽ അയ്യപ്പ ക്ഷേത്രം എന്നുള്ള ഈ ആർത്തവ സമയങ്ങളിൽ ഒരമ്പലങ്ങളിലും ആരാധനാലയങ്ങളിൽ ആരും പോകാറില്ല. അത് നമ്മൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ആ സമയങ്ങളിൽ നമ്മൾ അമ്പലങ്ങളിൽ പോകാറില്ല എന്നുള്ളൊരു കാര്യം. അതുപോലെ കണക്കാക്കിയാൽ പോരെ ഈ ശബരിമല ക്ഷേത്രവും എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നു. ഈ 2 ചോദ്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നത്? അല്ല, സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. കാരണം 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യൗവനയുക്തകളായ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ആചാരത്തിൻ്റെ ഭാഗമായി യൗവനയുക്തകളായ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു വിശ്വാസത്തിൻ്റെയും അയ്യപ്പൻ കുടികൊണ്ട ആ ചൈതന്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മളതിനെ അങ്ങനെ തന്നെ കണ്ട് ആരാധിച്ചു പോരുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിൽ ധാരാളം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ എന്താണ് ഈ അയ്യപ്പ ക്ഷേത്രവും ധർമ്മശാസ്ത്ര ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസം? അല്ല, ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പേര് കൊടുക്കുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ല, അത്രേ ഉള്ളൂ. ധർമ്മം സംരക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിനനുസരിച്ച് ധർമ്മം ആചരിക്കപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്ന ഒരു നമുക്ക് ചെന്ന് ആരാധിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രം എന്നത് മാത്രമേ ഉള്ളൂ. ധർമ്മത്തിനനുസരിച്ച് നിലകൊള്ളുന്ന ക്ഷേത്രം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പേര് കൊടുക്കുന്നത്. അയ്യപ്പനും ശാസ്താവും എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ സങ്കല്പം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. എങ്കിലും അയ്യപ്പൻ പൂങ്കാവനത്തിൽ കുടികൊണ്ടതിൻ്റെ ചരിത്രം വേറൊന്നാണ്.
മറ്റുള്ള ക്ഷേത്രങ്ങൾ ശാസ്താക്ഷേത്രങ്ങൾ അതിന് പകരമായി നമുക്ക് നിലകൊള്ളുന്നുണ്ട്, നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ നമുക്ക് സുതാര്യമായി ചെന്ന് നമുക്ക് തൊഴാനും ആരാധിക്കാനും വിശ്വസിക്കാനും ഒക്കെ അവിടെ ഏത് സമയത്ത് വേണേലും ചെന്ന് കയറാൻ സ്ത്രീകൾക്ക് അനുവാദവുമുണ്ട്. അതിനൊന്നും ഒരു ലംഘനവും ഇല്ല. ഇവിടെ പ്രത്യേകിച്ച് പുണ്യപൂങ്കാവനത്തിൽ നിലകൊള്ളുന്ന അയ്യപ്പനായതുകൊണ്ടും അയ്യപ്പൻ്റെ ജനനത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രം നമുക്ക് മഹത്തരമായതുകൊണ്ടും മാത്രമാണ് നമുക്ക് ഈ രണ്ട് വ്യത്യാസങ്ങൾ നമുക്കുള്ളത്. ഞാൻ ചോദിക്കണത്, ഈ പണ്ട് മുതലേ ഉള്ള ആചാരമാണ് അവിടെ സ്ത്രീകൾ കയറില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ മുൻപൊരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവിടുത്തെ ഒരു ദേവസ്വം ബോർഡിലെ ആരുടെ ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന അപ്പൊ അതിന് നേരത്തെ അത് ആരും ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണോ എന്തോ അറിയില്ല. ഇങ്ങനെ പേര് പറയുന്നതായിട്ട് സിനിമയിൽ ഉള്ള ആരോ ചെന്ന് അവിടെ ചോറ് കൊടുത്തു എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ അതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ അന്ന് മുതലേ ക്ഷേത്രം എന്നോ പണിതോ അന്ന് മുതലേ ഈ യൗവനയുക്തകളായ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് അവിടെ നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന ഒരു ആചാരമാണ്. അതിനെ ലംഘിച്ച് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കാർക്കും അറിയത്തില്ല. പറഞ്ഞു കേട്ടും ഫോട്ടോ കാണിച്ചും ഒക്കെ ഓരോരുത്തർ ഇപ്പം ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ഓരോരുത്തർ പുറത്ത് കൊണ്ടുവരുന്ന ചില രേഖകളാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്നെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ മേൽശാന്തിയുടെ മകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ സംഭവിച്ചിട്ടുള്ളതായിരിക്കുമോ? നമുക്ക് അങ്ങനെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പം ഈ പുറത്ത് വരുന്ന ചില പുതിയ രേഖകൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നോ എന്ന സംശയം നമുക്കുണ്ട്. പക്ഷെ അത് അത്ര അടിസ്ഥാനരഹിതമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ കനകദുർഗയും ബിന്ദു അമ്മണിയും ക്ഷേത്രത്തിൽ കയറി വെളുപ്പിന് 4 മണിക്ക് 4:30 കണ്ടാണ് അവർ ക്ഷേത്രത്തിൽ കയറുന്നത്. അവർ ആ സമയത്ത് ക്ഷേത്രത്തിൽ കയറി തൊഴുത് അവർ പുറത്തിറങ്ങി താഴെ പോയി. അപ്പം വലിയ പ്രതിഷേധങ്ങൾക്കൊന്നും സാധ്യതയില്ലാത്ത വിധത്തിലാണ് അവർ പോയത്. അതിനുശേഷം പിന്നീട് 9 മണിക്കോ 10 മണിക്കോ കണ്ടാണ് മുഖ്യമന്ത്രി ഇത് സ്ഥിരീകരിക്കുന്നത്, 2 സ്ത്രീകൾ ശബരിമല ദർശനം നടത്തി എന്നുള്ളത്. അതിനുശേഷം ആണ് അവിടെ പുണ്യാഹം തളിക്കലും അവിടെ ശുദ്ധീകരണവും കാര്യങ്ങളൊക്കെ നടന്നത്. മുഖ്യമന്ത്രി അന്ന് സ്ഥിരീകരിച്ചില്ലായിരുന്നെങ്കിൽ അതങ്ങനെ അങ്ങ് പോകുമായിരുന്നോ? അല്ല, ശരിക്കും മുഖ്യമന്ത്രിയാണല്ലോ ഇവരെ കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്ന SP പോലുള്ള മാന്യന്മാർ എല്ലാവരും കൂടെ ഒത്തുകൂടിക്കൊണ്ടാണല്ലോ ഇവരെ കൊണ്ട് കയറ്റിയതും. രഹന ഫാത്തിമയും ബിന്ദു അമ്മണിയും ഒക്കെ ഈ ശബരിമലയിൽ വേണ്ടാത്ത വസ്തുക്കളും ഇരുമുടിക്കെട്ട് എന്തിക്കൊണ്ട് അവിടെ കൊണ്ട് എത്തിച്ചതും ഈ രാത്രിയിൽ 1:30 മണി രാത്രിയിലാണ് കയറിയെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. കയറിയിട്ടുണ്ടെങ്കിൽ കയറിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കേട്ടോ, നമുക്കറിയില്ല. വീഡിയോ ഒക്കെ പുറത്ത് വന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപമാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അയ്യപ്പനോട് കളിച്ചവരാരും തന്നെ ഒരു നിലയ്ക്ക് പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും തന്നെ, ബിന്ദു അമ്മണിയുടെ അവസ്ഥ എന്താണ്, കനകദുർഗയുടെ അവസ്ഥ എന്താണ്, കുടുംബത്തിൽ ബന്ധമുണ്ടോ, മക്കള്, ഭർത്താവ്, കുടുംബം ഇതെല്ലാം നഷ്ടപ്പെട്ടില്ലേ 2 സ്ത്രീകളുടെ? 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തപ്പോൾ അവർ ഈ ത്യാഗത്തിന്, ഈ ഏറ്റവും വലിയ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവരതിനെ നയിച്ചെങ്കിൽ അവർക്ക് അവരുടെ കുടുംബം എന്നുള്ള ആ സങ്കല്പത്തിൽ അവർക്ക് എന്താണ് എന്നുള്ള നില? ഒരു ബിന്ദു അമ്മണിയെ സംബന്ധിച്ച് അവരുടെ ജോലി പോയി. കനകദുർഗയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ നിന്ന് അവരെ ആട്ടിയിറക്കി. സ്വന്തം സഹോദരൻ പോലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരെ ഇനി കയറ്റില്ല. അമ്മ വടിയെടുത്തടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2 സ്ത്രീകളുടെ ജന്മം പാഴായിപ്പോയില്ലേ? എന്താണ് ചെയ്തത്? അവർ ആ അയ്യപ്പനോട് ചെയ്തതിൻ്റെ ഫലം അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വലിയ താമസമില്ലാതെ നമുക്കത് ശ്രദ്ധിക്കാനും കാണാനും സാധിക്കുന്ന കാഴ്ചയാണ്. ഈ സുപ്രീം കോടതി വീണ്ടും ഇതുപോലെ തന്നെ ഇപ്പം താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്ത ഉത്തരവ് വീണ്ടും യുവതികൾക്ക് ശബരിമല ദർശനത്തിന് ബുദ്ധിമുട്ടില്ല, അവർക്ക് ദർശനം നടത്താം എന്ന രീതിയിൽ ഒരു ഓർഡർ വരികയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അതിന് ശക്തമായി നമ്മൾ ഭക്തജന സമൂഹം, അയ്യപ്പ സേവാ സമാജമുണ്ട്, വിശ്വഹിന്ദു പരിഷത്തുണ്ട്, മറ്റ് ഹിന്ദു സംഘടനകളുണ്ട്, എല്ലാം തന്നെ ശക്തമായി അതിനെ നേരിടും. സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെ നേരിടാൻ പറ്റില്ല എന്ന് പറയത്തില്ല. ആചാരത്തിലും വിശ്വാസത്തിലും കയറി കളിക്കാൻ നമുക്ക് പറ്റില്ല. അതിന് എതിരെ ഏത് നിയമത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ ചാടും. നിയമപരമായി ഇതിനെ നേരിടും. അല്ലാതെ ശക്തമായി പ്രത്യക്ഷത്തിൽ നമ്മൾ ആ യുവതി പ്രവേശനത്തെ നമ്മൾ നേരിടാൻ തയ്യാറാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.